കോമഡി ചെയ്യാൻ പറ്റുന്ന നടന് ഏത് റോളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. കോമഡി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സൂപ്പർ സ്റ്റാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതായത് ഏറ്റവും ചെയ്യാൻ പാടുള്ള സംഭവം അത് കോമഡിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആക്ടേഴ്സിന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ സംഭവങ്ങളും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൊമേഡിയൻസിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു കഴിവിൽ വേണം ബാക്കി പകുതി കൂടുതലുള്ള സംഭവങ്ങളും സെറ്റ് ചെയ്തെടുക്കാൻ. അതായത് ഇപ്പോൾ ഇതാണ് ഒരു സംഭവം എന്ന് ഒക്കെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതല്ലാതെ കാര്യമായിട്ടുള്ള നറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ അവർ ആ ഒരു സീൻ എടുക്കുന്നത്, ആ ഒരു സീൻ മൊത്തത്തിൽ അവരുടെ ഒരു റൈറ്റിംഗ് പാർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊമേഡിയൻസാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് എന്ന് സൂപ്പർ സ്റ്റാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സംഭവമാണ്. ഒരു കോമഡി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ വടിവേലു, വിവേക്, ജഗതി ശ്രീകുമാർ, ഇന്നസെൻറ്റ്, അങ്ങനെയുള്ള പല പല ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ വളരെ നല്ല ആക്ടേഴ്സുമാണ്. സോ അങ്ങനെ വരുന്ന ആക്ടേഴ്സിനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അവരുടെ ഓരോ കോമഡിയും ഓരോ ക്യാരക്ടേഴ്സും ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കും. അങ്ങനെയുള്ള ഒരു ആക്ടറാണ് മിസ്റ്റർ ബീനിൽ അഭിനയിച്ച റോവാൻ അറ്റ്കിൻസൺ. അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു റിമംബറൻസ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാൻ. നമ്മളുടെ ചൈൽഡ്ഹുഡിൽ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ, അതായത് ആ ഒരു ക്യാരക്ടർ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ഉള്ളൊരു ആ ഒരു മെൻ്റൽ കപ്പാസിറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സീരീസാണ്. ഒരു തരത്തിൽ വളരെ കോമഡി വർക്കൗട്ട് ആവുന്നതാണെങ്കിൽ പോലും. സോ റോവാൻ അറ്റ്കിൻസൻ്റെ പുതിയ ഒരു വെബ് സീരീസാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ. മാൻ വെസസ് ബേബി. ഒരു ബേബിയെ അതോറിറ്റീസിൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിട്ടുള്ള ഇതിലെ നായകൻ്റെ ശ്രമങ്ങളാണ്. സോ ആ ഒരു ശ്രമം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലണ്ടന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, അതിനു വേണ്ടിയാണ്. സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ആ ഒരു പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സീരീസ് 4 എപ്പിസോഡിൽ പറയുന്നത്. ഭയങ്കര ഔട്ട്പുട്ടുള്ള, ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള സീരീസൊന്നുമല്ല. ചെറിയ ചെറിയ ഫണ്ണി സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സീരീസിൽ. അതും ഭയങ്കര ഫണ്ണി സിറ്റുവേഷൻസും കാര്യങ്ങളും കുടുകൂടാ ചിരിക്കാനായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ വേണേൽ കണ്ടുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതല്ലാതെ കാര്യമായിട്ടൊന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് സീരീസിൻ്റെ ഒരു നെഗറ്റീവ്. ആൾക്കുള്ളവർ കണ്ടു നോക്കാം. മാൻ വെസസ് ബേബി ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.